വിട്ടു ബഹാനെ ബാസ്. തിങ്കൾ മുതൽ വെള്ളി വരെ വൈകുന്നേരം 8 മണിക്ക് നിഖിൽ. Watch full episodes on Jio Hotstar. എടാ പിള്ളേരെ, നിങ്ങളൊക്കെ എവിടെ പോയി കിടക്ക? വേഗം പോയി ആ ഏലിയനെ പിടിക്കേ. ഉസ്സി, നീ അങ്ങോട്ട് മാറി നിൽക്ക്, ഞാനിപ്പോ വരാം. ഷാക്ജി, നിങ്ങളുടെ കൂടെ എനിക്ക് വളരെ സന്തോഷമായിട്ടുണ്ട്, വളരെ ജോളി ആയിട്ടുണ്ട് കേട്ടോ. പക്ഷെ ഇപ്പൊ എന്നൊന്ന് താഴെ ഇറക്കി വിടാൻ പറ്റുമോ? കാരണം ബട്ടൂനിപ്പോ ഇറങ്ങണമെന്ന് പോലെ ഉണ്ട്. ഒന്ന് ഇറക്കി വിടണേ എന്നെ. അതേ നോക്കേ. ഇതിന്റെ ബാറ്ററി ഇപ്പോഴാണോ അവസാനിക്കേണ്ടത്? ഇപ്പൊ ബട്ടു എന്താണ് ചെയ്യാൻ പോകുന്നത്? ഇവിടെ ഒന്നുമില്ലല്ലോ. അറ്റ്ലീസ്റ്റ് ഒരു ഫ്രൈങ് പാൻ കിട്ടിയിരുന്നെങ്കിൽ ബട്ടു അവനെ എന്തെങ്കിലും ചെയ്യുമായിരുന്നല്ലോ. ബട്ടുവിന്റെ കയ്യില് മാജിക് വന്നല്ലോ. മാജിക് അല്ല, ഇതെല്ലാം ആ ഉഡ്സിയുടെ മാജിക് ആണ്. ഉഡ്സിയുടെ മാജിക് ആണ്. പക്ഷെ ഉഡ്സി എവിടെ പോയി? ഇവന്മാരെ കൊണ്ട് ഒന്നും ചെയ്യാൻ കഴിയില്ല. ഞാൻ തന്നെ എന്തെങ്കിലും ചെയ്തേ പറ്റുള്ളൂ. നീ തെരയുന്നത് ഇതാണോ? എപ്പോഴും എന്നിട്ടിങ്ങനെ പറപ്പിക്കുന്നത് നിനക്ക് ഹോബിയായി പോയല്ലേ? നീ ബട്ടുവിനെ വിളിച്ചോണ്ട് ഇവിടുന്ന് പോ. ഞാനിപ്പോ തന്നെ വരാം. ഞാൻ ഇവിടെ തന്നെ ഉണ്ട്. എടാ, ഇങ്ങനെ നോക്കി നിൽക്കാതെ വേഗം പോയി അവരെ അടിച്ച് ചതക്കേ. അവന്മാരെ വേഗം. ഇനിയെല്ലാം എന്റെ കൺട്രോളിലാവാൻ പോവാ. ഷേർ സിംഗ് ഉഡ്സിയെ പിടിച്ചോണ്ട് പോയടാ. അവന്റെ കഴുത്തില് ജനക് സ്റ്റോൺ ഇട്ടോണ്ട് പോയിട്ട്. അതുകൊണ്ടാണ് നമ്മുടെ പവർ പെട്ടെന്ന് കാണാതെയായത്. ഹലോ പ്രൊഫസർ, വി നീഡ് യുവർ ഹെൽപ്പ്. ഗട്ടു, ഷേർ സിംഗ് നമ്മുടെ ടയർ പഞ്ചർ ആക്കിയല്ലോടാ. ഇപ്പൊ നമ്മൾ എന്താണ് ചെയ്യാ? ഗട്ടു വേഗം വരൂ. ഡോണ്ട് വറി. ഞാൻ ആ ഷേർ സിംഗിന്റെ വണ്ടിയെ
ട്രാഫിക് സർവൈലൻസ് ക്യാമറ കൊണ്ട് ഫോളോ ചെയ്യുകയാണ്. സിമ്പിൾ. ഈ മാഗ്നറ്റ് വളരെ പവർഫുൾ ആണ്. ഇത് തുറന്നതിന് ശേഷം ഈ ബട്ടൺ ഓൺ ചെയ്യണം. ഈ ബട്ടൺ, ഇതിന്റെ വൈബ്രേഷൻ കൊണ്ട് മെറ്റൽസ് ഒക്കെ നിന്റെ സൈഡിലേക്ക് അടിഞ്ഞുകൂടും. പക്ഷേ ഇത് ഒരുപാട് നേരം യൂസ് ചെയ്യാൻ പറ്റില്ല. ഇല്ലെങ്കിൽ എല്ലാ മെറ്റൽസും ഇതിനടുത്തേക്ക് തന്നെ വരും. സിമ്പിൾ. താങ്ക് യു പ്രൊഫസർ, താങ്ക് യു സോ മച്ച്. ഈ മാഗ്നറ്റ് വെച്ച് ഞാൻ ആ നെക്ലസ് ഇങ്ങോട്ട് എടുത്തേക്കാം. അപ്പൊ പിന്നെ ഉസിയുടെ പവേഴ്സ് തിരിച്ചു കിട്ടും. അതേപോലെ പിന്നെ നമ്മളുടേതും. ഉസിയുടെ പ്ലാനറ്റിൽ നിന്നും ഒരു മെസ്സേജ് ഉണ്ട്. ഇന്ന് രാത്രി കൃത്യം 12 മണിക്ക് ആ ഉസിയുടെ പ്ലാനറ്റ് ഇവിടെ വരും. അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആ ട്രാൻസ്മീറ്റർ എടുത്തുകൊണ്ട് ഒരു തുറസായ സ്ഥലത്ത് പോയി നിൽക്കേണ്ടതാണ്. എങ്കിൽ മാത്രമേ ആ സ്പേസ് ഷിപ്പിന് ലാൻഡ് ആവാൻ പറ്റൂ. ഡോണ്ട് ഫോർഗെറ്റ്. ആ സ്പേസ് ക്രാഫ്റ്റിന് നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ 2 മിനിറ്റിൽ കൂടുതൽ നിൽക്കാൻ പറ്റുകയില്ല. ഓൺലി 8 മിനിറ്റ്സ്. സിമ്പിൾ. മനസ്സിലായി പ്രൊഫസർ. പ്രൊഫസർ, താങ്കൾ താങ്കളുടെ വണ്ടി കുറച്ച് താഴേക്ക് ഇറക്കാൻ പറ്റുമോ? അപ്പൊ തീർച്ചയായും ഇപ്പൊ തന്നെ കൊണ്ടുപോകാം. വണ്ടി ഒന്ന് വേഗത്ത് ഓടിക്കണ. എന്റെ അമ്മേ. ഇവിടെ എന്തായി നടക്കുന്നത്? എന്തായി നടക്കുന്നത്? ഒന്ന് വേഗം പോ. എടാ, ഒന്ന് സൂക്ഷിച്ച് ഓടിക്കേ. ഈ പോകുന്ന എല്ലാ വണ്ടികളും എന്തിനാ നമ്മുടെ അടുത്തേക്ക് വരുന്നത്? കേട്ടു, ആകെ 10 മിനിറ്റ് മാത്രമേ ഉള്ളൂടാ. ഉജിയെ തിരിച്ചയക്കണം. പ്രൊഫസർ ഒന്ന് പെട്ടെന്ന് ചെയ്യൂ. വേഗം വരൂ, അല്ലെങ്കിൽ ലുസിയുടെ മദർഷിപ്പ് പോവും. എന്നെയും വേഗം ഒന്ന് പറപ്പിക്കേ. ഒന്ന് വേഗം. ഉസി, നിന്റെ സ്പേസ് ഷിപ്പ് ലാൻഡ് ചെയ്ത് കഴിഞ്ഞു. അത് 3 മിനിറ്റിൽ ഇവിടെ നിന്ന് ടേക്ക് ഓഫ് ചെയ്യും. ഈ ബബിളിന്റെ സ്പീഡ് കൂട്ടാൻ പറ്റുമോ? പറപ്പിക്കേ, വേഗം പറപ്പിക്കേ. കട്ടുപെട്ടു. ഇവന്മാർക്ക് ഒരു കാര്യം അറിയില്ല എന്ന് തോന്നുന്നു. ഞാൻ ഈ നെക്ലസ് ഏലിയൻസിന്റെ മദർഷിപ്പിൽ ഇട്ടാൽ പിന്നെ എപ്പോഴും ഏലിയൻസിന് ഇവിടുന്ന് പോവാൻ കഴിയില്ല. ഇനി ഞാനായിരിക്കും രാജാവ്. വില്ലത്തരത്തിന്റെ മറ്റൊരു പേര് ഷേർ സിംഗ് എന്നാണ്. 2 മിനിറ്റ്. അപ്പൊ ആദ്യത്തെ പേരെന്താ ബോസ്? എടാ, വായടക്കടാ. അടുത്തെത്തി. കേട്ടു, ബട്ടുന്റെ 6th സെൻസ് പറയുന്നു ഇവിടെ എന്തോ ഒരു പ്രശ്നമുണ്ടെന്ന്. പ്രശ്നം നമ്മുടെ മോളിൽ പറന്നു പോവാണ്. ദേ നോക്കിക്കേ.
ഷേർ സിംഗ് ഇവിടം വരെ എത്തിയോ? ഷേർ സിംഗ് മദർഷിപ്പിന്റെ അടുത്തേക്ക് എത്താതെ നമ്മൾ നോക്കണം. ഉസീനെ ഇവിടെ ഇറക്കി വിട്ടിട്ട് നമ്മൾ ഷേർ സിംഗിനെ തടയാൻ പോവാം. വാ ഉസി, നിന്റെ അടുത്ത് ബായ് പറയാൻ എനിക്ക് തോന്നുന്നേ ഇല്ല. ഇപ്രാവശ്യം എല്ലാം തന്നെ കൊളായി പോയി. പക്ഷെ നെക്സ്റ്റ് ടൈം നീ വരുമ്പോ ഞാൻ ഈ ലോകം തന്നെ നിന്നെ ചുറ്റിക്കാണിക്കുന്നതായിരിക്കും. ഓക്കെ അല്ല? അത് മതിയില്ലേ? കുഴപ്പമില്ല 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 കുഴപ്പമില്ല. എന്റെ അമ്മ! എന്റെ പ്ലാൻ മൊത്തമും തെറ്റി. ബട്ടു, ഉസി മദർഷിപ്പ് വരെ എത്തിക്കാണുമല്ലോ അല്ലേ? ഏയ് അതെ, സ്പേസ് ഷിപ്പ് പോയിക്കൊണ്ടിരിക്കുകയാണല്ലോ. ഇപ്പൊ മനസ്സിലായില്ലടാ അവൻ അവിടെ പോയെന്ന്. ബട്ടു ഇപ്പൊ മനസ്സിലായി. നിങ്ങൾ യൂസ് എങ്ങനെയെങ്കിലും അവന്റെ വീട്ടിലേക്ക് അയച്ചു വിടുവോ? പറയൂ, അയച്ചു വിടാലോ. തീർച്ചയായിട്ടും ഞാൻ ട്രൈ ചെയ്യും, തീർച്ചയായിട്ടും ട്രൈ ചെയ്യും. അതുപോലെ ഉസസിയുടെ ട്രാൻസ്മിറ്റർ എവിടെയാ ഉള്ളത്? ട്രാൻസ്മിറ്റർ എന്ത് ട്രാൻസ്മിറ്ററോ? ഉസൂസിയുടെ അടുത്ത് അങ്ങനെ ഒന്നും കണ്ടില്ലല്ലോ. തീർച്ചയായിട്ടും ഉണ്ടാവും. ഉസസിയുടെ ട്രാൻസ്മിറ്ററിൽ നിന്നും ലൊക്കേഷൻ കിട്ടിയിരിക്കുന്നു. അതേ കണ്ടില്ലേ? ഉസസിയുടെ ട്രാൻസ്മിറ്റർ ഇവിടെയാണ്. ഇവിടെ ഇതേ കണ്ടില്ലേ? ഇത് ഷേർ സിംഗിന്റെ സ്ഥലമല്ലേ? ആ ഏലിയന് ഈ ട്രാൻസ്മിറ്റർ ഇല്ലാതെ തിരിച്ചതിന്റെ ഗ്രഹത്തിലേക്ക് പോവാൻ കഴിയില്ല. ഇത് തിരിച്ചു വാങ്ങിക്കാൻ അവൻ എന്റെ അടുത്ത് വന്നേ പറ്റൂ. അപ്പോൾ ഞാൻ അവനെ നന്നായിട്ട് സൽക്കരിക്കും. ബോസ്, ഞങ്ങൾ എപ്പോഴും നിങ്ങളുടെ കൂടെ തന്നെയല്ലേ ഉണ്ടാവാറുള്ളത്. പക്ഷെ നിങ്ങൾ ഞങ്ങളൊന്നും ശ്രദ്ധിക്കുന്നില്ല. ഞാൻ മിണ്ടില്ല നിങ്ങളോട്. ഒരിക്കലും മിണ്ടില്ല. പെനകാതെ ഞാൻ പറയുന്നത് ഒന്ന് കേൾക്ക്. ആ ഏലിയൻ ഇവിടെ വന്ന അതിന്റെ കഴുത്തിൽ ഞാൻ സൈനക്സ് നെക്ലസ് ഇട്ട് കൊടുക്കും. ഇതുകൊണ്ട് അതിന്റെ പവറിന് ഞാൻ കുറയ്ക്കും. ഒരിക്കൽ അവൻ എന്റെ കൺട്രോളിലേക്ക് വന്നാൽ അവനെയും അവന്റെ പവറും ഉപയോഗിച്ച് ഈ ലോകത്തെ തന്നെ എന്റെ കാൽ കീഴിലാക്കും. എന്നിട്ട് എല്ലാവർക്കും മനസ്സിലാക്കി കൊടുക്കും വില്ലത്തരത്തിന്റെ മറ്റൊരു പേര് ഷേർ സിംഗ് ആണെന്ന്. അപ്പൊ ആദ്യത്തെ പേര് എന്താ ബോസ്? എന്താ ചെയ്യുന്നേ? ഇങ്ങോട്ട് കൊണ്ട് വായടക്കേ. ഞാനിപ്പോ ഏലിയനെ ഇവിടേക്ക് വരുത്താൻ പോവാണ്. ബട്ടു, ഷേർ സിംഗിന്റെ അടുത്തുനിന്ന് ട്രാൻസ്മിറ്റർ എങ്ങനെയെങ്കിലും വാങ്ങിച്ചെടുക്കണം. ഗട്ടു ബട്ടുന്റെ ഫ്രണ്ട്ഷിപ്പ് എനിമീസിനെല്ലാം ഇല്ലാതാക്കി കളയും. ഷേർ സിംഗ് എല്ലാം നമുക്ക് ഒന്നുമല്ല. കൊള്ളാലോ, ഇവന് പാട്ടുപാടാൻ ഒരുപാട് ഇഷ്ടമാണെന്ന് തോന്നുന്നത്. ബട്ടു, ദേ നമ്മുടെ ഏലിയൻ പറന്നു പോകുന്നു. ഈ മുടി പറന്നാലാണ് നിന്റെ ഫ്രണ്ട് ബട്ടു വളരെ ഹാൻസം ആയിരിക്കുന്നത്. വേണമെങ്കിൽ നോക്ക്. ഓ ബട്ടു, നിനക്ക് ഞാൻ പറഞ്ഞത് മനസ്സിലായില്ലേ? നമ്മുടെ ഉസി പറന്നു പോകുന്നു. ബട്ടു, ദേ അങ്ങോട്ട് നോക്ക്. കൊള്ളാലോ, ഈ ഉസിക്ക് മേലെ പറക്കാനും പറ്റുന്നുണ്ടോ? എന്റെ ശരാ, ഇപ്പൊ അവൻ വേറെ ഡയറക്ഷനിലാണല്ലോ പോകുന്നത്.
ബട്ടു ഞാൻ അങ്ങോട്ടേക്ക് പോവാം, നീ ടേൺ ചെയ്ത് ഇങ്ങോട്ടേക്ക് വരണം. ഓക്കെ? എന്നതാ പൊക്കിക്കൊണ്ട് പോണേ? സോനു അങ്ങനെ തല പുറത്തിടരുത്, അടങ്ങിയിരിക്ക. ഓ എന്റെ അമ്മോ, ഈ സിഗ്നലിന് ഇപ്പൊ തന്നെ ഗ്രീൻ ആവണമായിരുന്നു. ഗട്ടു, ഉസിക്ക് വേണ്ടി ജസ്റ്റ് ഗോ ഫോർ ഇറ്റ്. യെസ്. ഇപ്പൊ എങ്ങനെയുണ്ട്? കൂടെ വാടാ, കുടിക്കാക്കോ. ചാടി കിടക്കത്ത, ചാടി കിടക്ക, ചാടി ചപ്പ അട്ട. ഈ ബോക്സ് നടക്കുന്നു, അതും വളരെ വേഗത്തിൽ. എന്തോ പന്തികേടുണ്ട്. ഹലോ, ഇത് നോക്ക്, അകത്ത് കുറച്ച് വർക്കുണ്ട്. വരൂ. എങ്ങോട്ടെങ്കിലും പോവാം. ഹേ ഗൈസ്, ഇത് കണ്ടോ? ഇവന്റെ ബാഗിൽ നമുക്ക് വേണ്ടി ഇവൻ എന്താ കരുതിരിക്കുന്നു നോക്ക്. ടബി, നീ ഈ 5 സ്റ്റാർ ചോക്ലേറ്റ് എന്ത് ചെയ്യാൻ പോവാ? അയ്യോ, ഈ ഓറഞ്ച് ഇതിപ്പോ എവിടുന്നാ വന്നോണ്ടിരിക്കുന്നത്? ആരെങ്കിലും ഒന്ന് പൊന്തിക്കണേ. മൂൺ, സ്റ്റാർ, ഏലിയൻ. ഹിന്ദീശ്വരാ, നമ്മുടെ ഏലിയൻ ഫ്രണ്ട് ഇവിടെ എന്തോ പ്രശ്നം ഉണ്ടാക്കിയിട്ടെന്നാ തോന്നുന്നത്. വാ, നമുക്ക് പോയി നോക്കാം. ബട്ടു, ഉസി എവിടെയാണെന്ന് കണ്ടുപിടിക്ക്. ഞാൻ അങ്ങോട്ട് പോവാം, നീ ഇങ്ങോട്ട് പോ. കമോൺ. ഇതൊക്കെ മനുഷ്യര് തിന്നണ സാധനമാണെന്ന് തോന്നുന്നു. ഉസി, ഉസി, ഉസി എവിടെയാ ഉള്ളത്? ഉസി, 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 നീ എവിടെയാ ഇരിക്കുന്നത്? എവിടെയാ നീ? ഉസി. ഏ ഉസി, ബട്ടുവിന്റെ സുഹൃത്തെ, നീ ഒരു പ്രാവശ്യം ഒന്ന് പുറത്തേക്ക് വാ. ഉസി. അല്ല, നിങ്ങളിവിടെ എന്ത് ചെയ്യാ? ബട്ടു സംസാരിച്ചോണ്ടിരിക്കാണ്. സംസാരിക്കാൻ അതിന് നിങ്ങളുടെ കൂടെ ആരും ഇല്ലല്ലോ, പിന്നെ എങ്ങനെയാണോ സംസാരിക്കുക? ഈശ്വര, അങ്ങനെയൊന്നുമില്ല, അങ്ങനെയൊന്നുമില്ല. അതെന്താന്ന് വെച്ചാ എനിക്ക് തനിച്ച് സംസാരിക്കുന്ന ഒരു ഹാബിറ്റ് ഉണ്ട്. ഞാൻ എന്റെ കണ്ണാടി മറന്നു വെച്ചു പോയി, അതുകൊണ്ട് എനിക്ക് നേരെ കാണുന്നില്ല. ഞാൻ എന്താ വായിക്കണമെന്ന് ഒരു പിടിയുമില്ല. സാറേ, ഇവിടെയുള്ള കസ്റ്റമേഴ്സിനെ ഡിസ്റ്റർബ് ചെയ്യാൻ പാടില്ല. നിങ്ങൾ എന്നോട് വന്നേ, ഇങ്ങോട്ട് വന്ന്. ഗട്ടു, ഗട്ടു, ഇവരെ പറഞ്ഞു മനസ്സിലാക്കടാ. നടക്ക്.
അല്ലല്ല സാറേ ഒന്ന് നിക്കണേ. അവന് സ്വയം സംസാരിക്കുന്ന ഒരു അസുഖമുണ്ട്. പിന്നെ കാഴ്ചയ്ക്കും ചെറിയ കുറവുണ്ട് കേട്ടോ. ഗട്ടു, ഈ സുഖമില്ലാത്ത എന്നെ നീ തനിച്ചാക്കിട്ട് എവിടേക്കാടാ പോയത്? അതൊന്നും എനിക്കറിയില്ല. വന്നേ നടക്ക്. അവിടെ aliens എന്റെ ബാഗ് എടുത്തോണ്ട് പോയി എന്നെ അറ്റാക്ക് ചെയ്യുന്നു. എന്താ ചെയ്യാ പറയൂ. എന്ത്? നോക്കാം. ഇടീശ്വരാ, ഈ ഊട്സി ഒറ്റയ്ക്ക് തന്നെ പെട്ടുപോകും. നമ്മളീ പെടുത്തി കളയല്ലോ. കമോൺ ബട്ടു, ഉസീനെ രക്ഷിക്കണം. നമുക്ക് അപ്പുറത്തെ സൈഡിൽ കൂടെ പോവാം. എന്നാലും നമ്മൾ ആദ്യം എത്തൂ. അല്ല വേറെന്താ വേണ്ടത്? ഷാംപൂോ? ശരി വാങ്ങാം. ഞാനിപ്പോ കുട്ടികളുടെ സെക്ഷനാ ഉള്ളത്. ആ പറ. ആ എടുത്തിട്ടുണ്ട്. വാ വാങ്ങിയിട്ടുണ്ടെന്ന്. ആ അതും എടുത്തോ ഇതും എടുത്തോ. ആ ശരി. പിന്നെ പറ വേറെന്താ വേണ്ട? ആ അതൊക്കെ എടുത്തിട്ടുണ്ട്. ഞാൻ വരുന്നില്ല, എന്റെ കയ്യിന്ന് വിട്. അതല്ലാതെ വേറെന്താ? ഞാൻ വരില്ല. വിട്, എന്റെ കയ്യിന്ന് വിട്. വിടാൻ. Watch India's largest kids library only on Jio Hotstar. Download the app now.